എൻ്റെ മോളെ മാം ചതിക്കില്ലല്ലോ, നാട്ടിൽ മൊത്തം പറ്റിക്കപ്പെടുവാണ് നേഴ്സുമാർ പൈസ കൊടുത്തിട്ട്, അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ, എൻ്റെ മോളുടെ പ്രോസസ്സ് നോക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ പൊതി എൻ്റെ കയ്യിലോട്ട് തന്നു. അപ്പോൾ എനിക്ക് ആ പൊതി വാങ്ങിച്ചപ്പോൾ ഒന്നാമത് എനിക്ക് അച്ഛനില്ല, ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു പോയ ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ലുക്കും ആ നേഴ്സിൻ്റെ നിപ്പും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആകെ കൂടി അങ്ങ് ഭയങ്കര ഇമോഷണലായി. അന്ന് എനിക്ക് മനസ്സിലായി ഇത് വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലിയാണ്. അതെൻ്റെ ഗ്രാൻഡ് മദർ എന്നെ പഠിപ്പിച്ചു തന്നതാണ്. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ ഡ്രീം ക്രിയേറ്റ് ചെയ്യണം, ലാസ്റ്റ് ഇൻ ദ നൈറ്റ് ആൻഡ് ഫസ്റ്റ് ഇൻ ദ മോർണിംഗ് ആ ഡ്രീം നടന്നതായിട്ട് ചിന്തിക്കണം. അപ്പോൾ ഞാൻ അമ്മൂമ്മ പറഞ്ഞു തന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇത്. എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ പറയും എൻ്റെ മദറിലോ കാരണം, എൻ്റെ ഹസ്ബൻഡ് കാരണം, എൻ്റെ ഫാദറിലോ കാരണം, അച്ഛൻ കാരണം, അമ്മ കാരണം എന്ന് പറഞ്ഞാൽ ആരും ഇത് കേൾക്കാനുണ്ടാവില്ല. ആർക്ക് നഷ്ടപ്പെടും? നിങ്ങൾക്ക് മാത്രം നഷ്ടം ഉണ്ടാവുള്ളൂ. ഡു നോട്ട് കോംപ്രമൈസ് യുവർ ലൈഫ് ഫോർ എനിത്തിങ്. ഞാൻ പിന്നെ താങ്കളുടെ ഏജ് 41, അപ്പോൾ ഈ 41 വയസ്സുള്ള താങ്കൾക്ക് 6 മാസത്തിൽ ഞാൻ PR കിട്ടും എന്ന് പറഞ്ഞാൽ അത് റോങ് ഇൻഫർമേഷനാണ്. ഇപ്പോൾ രേണു എന്ന് പറയുന്ന വ്യക്തിയല്ല, വേറെ ആരെങ്കിലും താങ്കളെ പറ്റിക്കാമല്ലോ. അപ്പോൾ അവർ 6 മാസം എന്ന് പറഞ്ഞാൽ താങ്കൾ പൈസ കൊടുക്കുമോ? ഡോണ്ട് ഡു ദാറ്റ്. ഓരോ ക്ലയൻറ്റിനെയും വിളിച്ച് ചോദിക്കും, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ സർവീസിൽ, കേസ് ഓഫീസറിൽ സാറ്റിസ്ഫൈഡ് ആണോ? അവർ പറയുകയാണ് സാറ്റിസ്ഫൈഡ് അല്ല, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് തന്നെ ഞാൻ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ആക്റ്റീവായി അവരുടെ പ്രശ്നം ഞാൻ പരിഹരിക്കും. അത് ഞാനൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ കാണുവാണ്. ഞാൻ ആക്ച്വലി ഒരു +2 കഴിഞ്ഞിരുന്നപ്പോൾ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ വളരെ നിയർ ആയിട്ടുള്ള എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞു, +2 കഴിഞ്ഞില്ലേ, ഇനി അച്ഛനില്ലാത്തവർ വല്ല STD ബൂത്തിലും പോയിരിക്കട്ടെ, അല്ലാണ്ട് ഇനി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇത്രയും എൻ്റെ ഓർഗനൈസേഷനിൽ വിമൻ എംപ്ലോയീസിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു ദ ഷോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രേണു A, മാനേജിംഗ് ഡയറക്ടർ, ഗോഡ് സ്പീഡ് സ്റ്റഡി അബ്രോഡ് ആൻഡ് ഇമിഗ്രേഷൻ എക്സ്പേർട്സ്. ആൻഡ് താങ്ക്സ് സോ മച്ച് രേണു ഫോർ കമ്മിങ് ഓൺ ടു ദ ഷോ. ഇന്ന് നമുക്ക് സംസാരിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇഫ് ഐ ജസ്റ്റ് ബ്രേക്ക് ഇറ്റ് ഇൻ ടു സർട്ടൻ പാർട്സ്, എനിക്ക് ഏറ്റവും ക്യൂരിയോസിറ്റി തോന്നിയിട്ടുള്ളത്, ഞാനൊരു പോയിന്റിൽ പുറത്ത് പഠിക്കണം എന്ന് വലിയ ആഗ്രഹത്തോടെ നടന്ന ഒരാളാണ്. ആ സമയത്ത് ഒരു രീതിയിലും എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാതെ ഞാൻ ആ പ്ലാൻ വിട്ടു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുട്ടികൾക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്, പല കോഴ്സസ് ഉണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്, ഏജൻസീസ് ഉണ്ട്, കൺസൾട്ടൻസ് ഉണ്ട്. അപ്പോൾ ഒന്നും അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എന്നാലും രേണു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 15 years ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് യു ക്യാരി. റൈറ്റ് നൗ വാട്ട് ഈസ് ദാറ്റ് യു സീ? ഇന്ന് പണ്ടത്തെ പോലെ തന്നെ പുറത്ത് പോകാനും പഠിക്കാനും ആഗ്രഹമുള്ള കുട്ടികൾ നിറയെ ഉണ്ടോ? അതോ ഒരു ട്രെൻഡിൽ ഡിപ്പുണ്ടോ? ഏതൊക്കെയാണ് സ്ഥലങ്ങളിപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം? ജനറൽ ഒരു ഒബ്സർവേഷൻ എന്ന നിലയ്ക്കൊന്ന് ഷെയർ ചെയ്യുമോ? ഉറപ്പായിട്ടും 100% കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഇൻഡിപെൻഡൻ്റ് ആവണം, പുറത്തു പോകണം, പഠിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മൈഗ്രേഷൻ ആണെങ്കിലും ഓസ്ട്രേലിയയ്ക്കും കാനഡയ്ക്കും പോയി സെറ്റിൽ ആവാനുള്ള നമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറയുന്നില്ല. അപ്പം ഏതെങ്കിലും ഒരു കൺട്രിയുടെ മൈഗ്രേഷൻ അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡ് കുറയുമ്പോൾ അടുത്ത കൺട്രി ഓപ്പർച്യൂണിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം UK ആണ് ഒരു സമയം കൂടുതൽ സ്റ്റുഡൻസ് പോകുന്നതെങ്കിൽ ഇപ്പോൾ ജർമ്മനിക്കാണ്. അത്രേ ഉള്ളൂ ഒരു മാറ്റം. നല്ലപോലെ കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, നല്ലപോലെ കുട്ടികൾ സ്റ്റഡി അബ്രോഡ് പോകുന്നുണ്ട്. ഇമിഗ്രേഷൻ അതുപോലെ തന്നെ റിക്വസ്റ്റ് വരാറുണ്ട്. എപ്പോഴും നമ്മൾ ഈ സ്റ്റഡി അബ്രോഡ് ഇമിഗ്രേഷൻ ഒരേ ഇതിലാണ്, ബോക്സിലാണ് ഇടുക. പക്ഷേ ദേ ആക്ച്വലി വെരി ഡിഫറെൻറ്റ് അല്ലേ? ഈ പഠിക്കാൻ വെളിയിൽ പോകുന്ന കുട്ടികൾ അവിടെ ഇമിഗ്രേറ്റ് ചെയ്ത് PR എടുക്കണം എന്നില്ല. അതായത് ഇമിഗ്രേഷൻ സ്റ്റഡി അബ്രോഡ് ചെയ്താലേ പോകാൻ പറ്റുള്ളൂ എന്നുമില്ല. ക്യാൻ യു ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ദാറ്റ് ഇൻ? യെസ്. മൈഗ്രേഷൻ ചില കൺട്രീസ് ഡയറക്റ്റ് പെർമനന്റ് റെസിഡൻസി വിസ പ്രൊവൈഡ് ചെയ്യും. ലൈക്ക് ഓസ്ട്രേലിയ, കാനഡ, ജർമ്മനി ആണെങ്കിൽ ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ്, ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് സ്റ്റഡി എടുക്കണ്ട, നമുക്ക് നേരിട്ട് മൈഗ്രേറ്റ് ചെയ്യാം, നേരിട്ട് പോകാം, പെർമനന്റ് റെസിഡൻസി എടുക്കാം. പക്ഷേ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മളുടെ ഏജ്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, ലാംഗ്വേജ് വെച്ചിട്ടായിരിക്കും നമ്മൾ മൈഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഏജ് ലിമിറ്റ് ഉണ്ട്, അങ്ങനെയാണ് വരുന്നത്. എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്. അതാണ് അതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ, ഇന്ത്യൻ എക്സ്പീരിയൻസ്. അപ്പോൾ എങ്ങനെ അവർ ഹയർ ചെയ്യുമോ? ഞാനൊരു ലേമൻ ലെവലിൽ ചോദിക്കുകയാണ്. അവർ ഹയർ ചെയ്യുകയാണോ പതിവ്? അതായത് ഒരു ജോലിയിലേക്ക് ഹയർ ചെയ്യുകയാണോ? എങ്ങനെയാണ് അത് നടക്കുന്നത്? അതൊരു ഓസ്ട്രേലിയ ആണെങ്കിൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് ഒരു സ്കിൽ ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഉണ്ട്, കനഡിയൻ ഗവൺമെൻറ്റിന് ഒരു ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് അനുസരിച്ചിട്ട് മാച്ച് ചെയ്യുന്ന ഓക്യുപ്പേഷൻ, ഏജ്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പോയിന്റ് ക്രൈറ്റീരിയാസ് ഉണ്ട് അവിടെ, അത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാം. പെർമനന്റ് റെസിഡൻസി വിസ എടുത്ത്
എടുത്ത് 5 വർഷത്തെ വിസ എടുത്ത് മൈഗ്രേറ്റ് ചെയ്യാം. 3.5 വർഷത്തിന് ശേഷം അവർക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഓസ്ട്രേലിയ ആണെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് സിറ്റിസൺഷിപ്പാണ് കിട്ടുന്നത്. കാനഡ ആണെങ്കിൽ അവർക്ക് കനഡിയൻ സിറ്റിസൺഷിപ്പ് കിട്ടും, USA ആക്സസ് കിട്ടും. ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് ആണെങ്കിൽ ജർമ്മനിക്ക് പോയിട്ട് അവിടുന്ന് പെർമനന്റ് റെസിഡൻസിയിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം ജോലി അന്വേഷിക്കാൻ. ജോബ് നമുക്ക് അവിടെ ചെന്നിട്ട് അന്വേഷിക്കാം. പക്ഷേ നമുക്ക് പെർമനന്റ് റെസിഡൻസി ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും നമ്മളെ എടുക്കും. നമ്മളിപ്പോൾ ഒരു ജോബിന് ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അല്ലെ കാനഡയ്ക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അവർ ചോദിക്കുന്നത് പെർമനന്റ് റെസിഡൻസിയാണ്. അത് നമ്മുടെ കയ്യിലുണ്ടല്ലോ. സോ ഫസ്റ്റ് പ്രിഫറൻസ് സിറ്റിസൺഷിപ്പിനാണ് ഒരു കൺട്രി കൊടുക്കുന്നത്, ജോബ് ഓപ്പർച്യൂണിറ്റി. സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും പെർമനന്റ് റെസിഡൻറ്റിനാണ്. ഓക്കെ, അപ്പോൾ സിറ്റിസൺസ് കഴിഞ്ഞാൽ പെർമനന്റ് റെസിഡൻസിനാണ് ചാൻസ് ജോലി കിട്ടാനും എല്ലാം. പക്ഷേ നമ്മൾ ആ ഒരു കൺട്രി പോയി പഠിച്ചെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കും ആ പ്രോസസ് ഓഫ് ഇമിഗ്രേഷൻ. അതാണോ അഡ്വാൻറ്റേജ് ഉള്ളത് ഓഫ് സ്റ്റഡിങ് അബ്രോഡ്? ഓസ്ട്രേലിയ കാനഡ നോക്കുവാണെങ്കിൽ നമ്മൾ എലിജിബിൾ ആണ്, ഡയറക്റ്റ് PR അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് 2 ലക്ഷം രൂപ അല്ലെ 3 lakhs അല്ലെ മാക്സിമം 5 lakhs കാര്യം തീരും നമ്മൾ എലിജിബിൾ ആണെങ്കിൽ. നമ്മൾ എന്തിന് 25 to 30 lakhs മുടക്കി പഠിക്കണം. പക്ഷെ നമ്മൾ അതിന് എലിജിബിൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾക്കുള്ള വഴി എന്ന് പറയുന്നത് സ്റ്റഡി എടുക്കുക, ലാൻഡ് ചെയ്യുക, അത് പെർമനന്റ് റെസിഡൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഹെൽപ്പ് വേണ്ടി വരും ഇഫ് യു ഗോ ആസ് സ്റ്റഡി അബ്രോഡ് അല്ലേ? യെസ്, നമ്മൾ അവിടെ ചെന്നിട്ട് പോയിന്റ്സ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം, വർക്ക് പെർമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് പെർമനന്റ് റെസിഡൻസിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കണ്ടു വന്നിരിക്കുന്ന കുറേ കുട്ടികൾ എന്നോട് പറയുന്നുണ്ട് അവരെല്ലാം ജർമ്മനിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ജർമ്മനി ഭയങ്കര ഒരു ഹോട്ട്സ്പോട്ടായിട്ടുണ്ട്. അതെന്താണ് കാരണം? ആൻഡ് കാനഡയിൽ നമ്മളിപ്പോൾ ന്യൂസിൽ വായിച്ച മാതിരി ദർസ് ബീൻ ഫ്രിക്ഷൻ. അപ്പോൾ അത് എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഇമിഗ്രേഷനും സ്റ്റഡിയിങ് ഓപ്ഷൻസും എല്ലാം കാനഡയിൽ? ക്യാൻ യു ജസ്റ്റ് കമ്പയർ ബോത്ത് ദീസ് കൺട്രീസ് ആൻഡ് ടെൽ മീ? യെസ്, ജർമ്മനി ഇപ്പോൾ 75 lakhs ഇമിഗ്രൻസിനെ ആപ്ലിക്കൻസിനെ വേണം എന്നാണ് പറയുന്നത്. സ്കിൽ ഷോർട്ടേജ് ആണ് ഇപ്പം ജർമ്മനിയിൽ പ്രസന്റ് സിറ്റുവേഷൻ. ഇൻ ദാറ്റ് 4 lakhs ആപ്ലിക്കൻസ് 2025-2026 എന്ന് പറയുന്നുണ്ട് ജർമ്മനി. സോ വളരെയധികം സ്കിൽ ഷോർട്ടേജ് ഉള്ള ഒരു സമയമാണ് ജർമ്മനിക്ക്. നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കാനഡയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റൂൾ ചേഞ്ചസ് വന്നു. അപ്പോൾ ആക്ച്വലി ഈ റൂൾ ചേഞ്ചസ് എല്ലാം ഗ്ലോബലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾസ് ആണ്. കാനഡ ഇന്ത്യ തമ്മിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറേ നാളായിട്ടുള്ള ഇഷ്യൂസാണ്. പക്ഷേ അവിടുന്ന് വരുന്ന ന്യൂസ് വീഡിയോസ് കണ്ടിട്ട് കുട്ടികൾ തന്നെ വേണ്ട, പോകുന്നില്ല, ഞങ്ങൾ ജർമ്മനിക്ക് പൊക്കോളാം, അങ്ങനെ അവരുടെ തന്നെ ഒരു മൈൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ വിസ റിജക്ഷൻ ഒത്തിരി വരുന്നുണ്ട്. അതിൻ്റെ റീസൺസ് ഈ പറഞ്ഞ പോലെ കട്ട് ഷോട്ട് ചെയ്യാനും ഒക്കെയാണ്. പക്ഷേ ഈ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ കാനഡ ആണെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്രോവിൻസ്, നിങ്ങൾ വളരെ ഒരു റൂറൽ പ്രോവിൻസിൽ പോയി അവിടെ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല, വളരെ തണുപ്പ് കൂടിയ സ്ഥലത്ത് നിങ്ങൾ പോയി നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് അവിടെ നിങ്ങൾ ജോബിന് ട്രൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന പ്രോബ്ലംസ്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജ് പ്രോവിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പെർമനൻറ്റ് റെസിഡൻസി ചാൻസ് ഉള്ള അല്ലെങ്കിൽ ജോബ് ചാൻസ് ഉള്ള അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് മിനിമം നിങ്ങൾക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോകണം. പക്ഷെ ഇതൊന്നും ചെയ്യുന്നില്ല. എങ്ങനെയാണ് ആൾക്കാർ മിസ്ലീഡ് ചെയ്യപ്പെടുന്നത് റീനു? ഇപ്പം ഞാനൊരു ഒരു എനിക്ക് പുറത്ത് പോകണം, അപ്പോൾ എൻ്റെ ഫസ്റ്റ് പോയിൻ്റ് എന്തായിരിക്കണം? എവിടെ നിന്നായിരിക്കും എൻ്റെ ജേർണി തുടങ്ങേണ്ടത്? ആൻഡ് ഇവിടെ എന്തൊക്കെ ലെവലിലാണ് ഫ്രോഡ്സോ മിസ്ലീഡിങ് ആക്ടിവിറ്റീസ് നടക്കുന്നത്? ക്യാൻ യു ജസ്റ്റ് ഇലാബറേറ്റ്? ആ ഒരു വശം ഉണ്ടല്ലോ, അതെന്താണ്? എലിജിബിലിറ്റി. നിങ്ങൾ അതിന് എലിജിബിൾ ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ സ്റ്റുഡൻസ് മനസ്സിലാക്കണം അവരുടെ എലിജിബിലിറ്റി എന്താണ്. ആ പർട്ടിക്കുലർ പ്ലേസിൽ പോയാൽ അവർക്ക് എത്ര രൂപ സാലറി ജോബ് കിട്ടും, അവിടെ ജോബ് ഉണ്ടോ അതോ ഇല്ലയോ. ഇതെല്ലാം മനസ്സിലാക്കി 100% എലിജിബിൾ ആണ് എന്ന് ഉറപ്പ് വരുത്തി ജോബ് ചാൻസസ് മനസ്സിലാക്കി മാത്രം സ്റ്റഡി അബ്രോഡ് ഓർ മൈഗ്രേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ആർക്കും മിസ്ലീഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. ലൈക്കിനോ നമ്മൾക്ക് ആ എലിജിബിലിറ്റി മനസ്സിലാക്കി നോക്കി പഠിച്ച് വായിച്ച് ലൈക്കിനോ എനിക്ക് ഏജിന് എത്ര പോയിൻറ്റ്സ് ഉണ്ട്, എഡ്യൂക്കേഷൻ എത്ര പോയിൻറ്റ്സ് ഉണ്ട്. ഈവൻ ദോ നമ്മൾ സ്റ്റഡി അബ്രോഡാണ് എടുക്കുന്നതെങ്കിൽ ആ കൺട്രിയുടെ പെർമനൻറ്റ് റെസിഡൻസി ചാൻസ് നോക്കണം. രണ്ട് രീതിയാണ്. ചില കുട്ടികൾ പഠിച്ചിട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നല്ലൊരു യൂണിവേഴ്സിറ്റി, നല്ലൊരു കോളേജ്, നല്ലൊരു കൺട്രി സെലക്ട് ചെയ്യുക. താങ്കളുടെ ആവശ്യം എന്താ? ഇവിടെ വന്ന് ചിലപ്പോൾ ബിസിനസ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ ജോബ് ചെയ്യുകയായിരിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? താങ്കൾക്ക് അവിടെ പെർമനൻറ്റ് റെസിഡൻസി വേണം. അപ്പോൾ താങ്കൾ എങ്ങനത്തെ കോഴ്സസ് വേണം സെലക്ട് ചെയ്യാൻ? പെർമനൻറ്റ് റെസിഡൻസി ചാൻസ് ഉള്ള കോഴ്സസ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ നേരത്തെ ഞാൻ റീനുവിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടപ്പോൾ റീനു വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ദാറ്റ് റീനുവിൻ്റെ കമ്പനി ഗോഡ് സ്പീഡ് ബിലീവ്സ് ഇൻ എത്തിക്കൽ സെയിൽസ്. അപ്പോൾ ഈ എത്തിക്കൽ സെയിൽ എന്നുള്ള ഏരിയയിൽ വരുന്ന ഡിലെമാസ് എന്താണ്? എവിടെയാണ് ആ എത്തിക്കൽ സെയിൽ നടത്താനുള്ള
ഡിഫിക്കൽട്ടി ഉണ്ടാവുക. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ എത്തിക്കൽ സേവ്? ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഓസ്ട്രേലിയൻ പെർമനൻറ്റ് റെസിഡൻസി വേണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ 6 മാസത്തിൽ എടുത്തു തരണം. അതിനൊരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടാം, കിട്ടാതിരിക്കാം. പക്ഷേ താങ്കളുടെ ഏജ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് വെച്ചിട്ട് ചിലപ്പോൾ 2 വർഷത്തിലായിരിക്കും ഗ്രാൻഡ് വരുന്നത്. അപ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിത് പറയും ക്ലയൻറ്റിനോട്, 2 വർഷത്തിൽ കിട്ടാം, 6 മന്ത്സിൽ കിട്ടാം, 12 മന്ത്സിൽ കിട്ടാം, 18 മന്ത്സിൽ കിട്ടാം. പക്ഷേ ഞങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഞങ്ങൾ അവരോട് കള്ളം പറയുന്നതായിട്ടാണ് അവർ വിചാരിക്കുന്നത്. ബട്ട് ഇതാണ് സത്യം. വേറെ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ? പിന്നെ കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല കോഴ്സസ് സെലക്ട് ചെയ്ത് നല്ല യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് ജോബ് ചാൻസ് ഉള്ള കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ അവർ ഓൾറെഡി അതല്ലാതെ ആ പാരാമീറ്ററിൽ അല്ലാണ്ട് പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ റോങ് കോഴ്സസ് സെലക്ട് ചെയ്തിട്ടുണ്ടാവാം. പെർമനൻറ്റ് റെസിഡൻസി ചാൻസ് ഇല്ലാത്തൊരു കോഴ്സായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഗെയിൻ ആ എത്തിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് മൈഗ്രേഷൻ ആണെങ്കിലും സ്റ്റഡി അബ്രോഡ് ആണെങ്കിലും നമ്മൾ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മനസ്സിലാക്കി, അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ നോക്കുന്നത് അതാണ്, 100% എലിജിബിൾ ആണോ, അല്ലെങ്കിൽ നോ ആണെങ്കിൽ യെസ്, എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ 2 years, ചിലപ്പോൾ 3 years PR കിട്ടാൻ. സ്റ്റഡി അബ്രോഡ് ആണെങ്കിൽ നമുക്ക് അടുത്ത ഇൻഡേക്ക് തന്നെ അറ്റ് ദി ഏർലിയസ്റ്റ് കയറി പോകാം. ഈ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? എലിജിബിലിറ്റിയിൽ എന്തൊക്കെയാണ് വരുന്നത്? മൈഗ്രേഷൻ്റെ എലിജിബിലിറ്റിയിൽ ഏജ്, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ്, എക്സ്പീരിയൻസ്. മാരീഡ് ആണെങ്കിൽ സ്പൗസിൻ്റെ ലാംഗ്വേജ് കൺസിഡർ ചെയ്യാം, സ്പൗസിൻ്റെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതാണ് എലിജിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. മൈഗ്രേഷൻ സ്റ്റഡി അബ്രോഡ് ആകുമ്പോൾ മാറുവാണ് അവരുടെ പെർസെൻറ്റേജ്, പഠിച്ച കോഴ്സ്, അവിടെ പോയിട്ട് അവർക്ക് എടുക്കേണ്ട കോഴ്സസ്, യൂണിവേഴ്സിറ്റി, കോളേജസ്, അതിൻ്റെ ചാൻസസ്, ലൈക്ക് അവിടെ PR കിട്ടാനുള്ള ചാൻസസ്, ജോബ് കിട്ടാനുള്ള ചാൻസസ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ കുറേ പാരാമീറ്റേഴ്സ് നോക്കണമല്ലോ എന്തായാലും ഒരു കോഴ്സ് എടുക്കണമെങ്കിൽ. പക്ഷെ അതിനേക്കാളും വലിയത് ഇപ്പം നേരത്തെ രേണു എന്നോട് പറഞ്ഞ പോലെ സ്വയമേ ഒരു വിഷനോ അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ആ ഗോളിനനുസരിച്ച് വേണം മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ. ഇതൊന്നും ഇല്ലാതെയാണ് പലപ്പോഴും ആൾക്കാർ എത്തുക. എന്ത് ചെയ്യണം, ഞാൻ എവിടെ എത്തണം എന്നുള്ളൊരു ധാരണയില്ലാതെയാണ് പലപ്പോഴും വരിക. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ? യെസ്, എക്സാക്ട്ലി. ഇപ്പോൾ മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് ഞാനൊരു ക്ലയൻറ്റിനെ അറ്റൻഡ് ചെയ്തു. അദ്ദേഹത്തിന് 41 years ആയിരുന്നു. അപ്പോൾ ഞാൻ 1-on-1 എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്ക് എത്ര ദിവസത്തിനകം അല്ലെങ്കിൽ എത്ര ഡേയ്സിനകം പെർമനൻറ്റ് റെസിഡൻസി കിട്ടും? ഞാൻ പറഞ്ഞു, താങ്കളുടെ ഏജ് 41. അപ്പോൾ ഈ 41 വയസ്സുള്ള താങ്കൾക്ക് 6 മാസത്തിൽ ഞാൻ PR കിട്ടും എന്ന് പറഞ്ഞാൽ അത് റോങ് ഇൻഫർമേഷനാണ്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് താങ്കൾ പ്രോസസ്സ് ചെയ്താലും ഇത്രയും, അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള താങ്കൾക്കൊരു റിസർച്ച് നടത്തിക്കൂടെ? താങ്കൾക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നോക്കിക്കൂടെ? ഇപ്പോൾ രേണു എന്ന് പറയുന്ന വ്യക്തിയല്ല, വേറെ ആരെങ്കിലും താങ്കളെ പറ്റിക്കാമല്ലോ. അപ്പോൾ അവർ 6 മാസം എന്ന് പറഞ്ഞാൽ താങ്കൾ പൈസ കൊടുക്കുമോ? ഡോണ്ട് ഡു ദാറ്റ്. ഡു യുവർ ഓൺ റിസർച്ച്. Try to understand the scenario, because എല്ലാം അവൈലബിൾ ആണ്. ഇപ്പം 41 years ഉള്ള ആൾക്ക് 6 മാസത്തിൽ ഓസ്ട്രേലിയൻ PR കിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം, എനിക്കറിയാം. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് അറിയാമെങ്കിൽ പോലും ഞാൻ ചെയ്യൂന്ന് പറയുമ്പോൾ ചെയ്യുന്നതല്ലല്ലോ. ഹി ഷുഡ് ഡു റൈറ്റ്, ഹി ഷുഡ് ഡു എ റിസർച്ച്. ഓക്കെ. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് അങ്ങനെ പറഞ്ഞു കൊടുത്തു, താങ്കളുടെ റിസർച്ച് നടത്തൂ, താങ്കൾക്ക് ചിലപ്പോൾ 12 മാസത്തിൽ കിട്ടാൽ. അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ച ചോദ്യം, എത്ര വർഷം വരെ എടുത്തിട്ടുണ്ട് മാക്സിമം? ഞാൻ 4 വർഷം വരെ എടുത്ത ക്ലയൻറ്റും ഉണ്ട്, 3 വർഷത്തിൽ കിട്ടിയവരുണ്ട്, 2 വർഷത്തിൽ കിട്ടിയവരുണ്ട്, ഈവൻ 12 മാസത്തിൽ കിട്ടിയ ക്ലയൻസും ഉണ്ട്. പക്ഷേ താങ്കളുടെ എലിജിബിലിറ്റി താങ്കൾ അറിഞ്ഞിരിക്കണം. എനിക്ക് മനസ്സിലായിടത്തോളം ഒരു മൈഗ്രേഷൻ കമ്പനി അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡ് കമ്പനി കുട്ടികളെ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി അവർ പോകുന്നു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ഒരു ചെറിയ റിസർച്ച് നടത്തുന്നില്ല? ഇതിൽ പണത്തിൻ്റെ ഇടപാട് ഒത്തിരി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയും പലതരത്തിലുള്ള ഫ്രോഡ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ രേണു യു വെരി പെർട്ടിക്കുലർ അബൌട്ട് എത്തിക്സ്. അപ്പോൾ രേണു തന്നെ പറയൂ, എവിടെയൊക്കെയാണ് പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ളത് പണത്തിൻ്റെ ഇടപാടുകൾ? യെസ്, ഒരു റീസെൻറ്റ് ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു 45 ലക്ഷം രൂപയാണ് ഒരു ഏജൻസിക്ക് കൊടുത്തിരിക്കുന്നത്. എന്തിന്? കാനഡയ്ക്ക് വർക്ക് പെർമിറ്റ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ആ ക്ലയൻറ്റിനെ ഇവിടുന്ന് അവർ വേറൊരു കൺട്രി കൊണ്ടുപോയി, ശ്രീലങ്ക പോലൊരു കൺട്രി കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അവിടെ 2-3 മാസം താമസിച്ചു. അപ്പോൾ പൈസ ഒന്നും വേണ്ട, ലൈക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു പൈസ അവരെടുക്കുന്നില്ല. അപ്പോൾ അവിടെ താമസിക്കുന്നു, ഇൻ്റർവ്യൂസ് സ്കൈപ്പിൽ അറ്റൻഡ് ചെയ്യുന്നു. 3 മാസം കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലോട്ട് വിടുന്നു. എന്നിട്ട് പറയുന്നു, ഒന്നും ആയിട്ടില്ല, ഒന്നുകൂടി വരാൻ പറയുന്നു. എഗെയിൻ ഈ ക്ലയൻറ്റ് ഇവിടുന്ന് ശ്രീലങ്കയ്ക്ക് പോകുന്നു, അവിടുന്ന് ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുന്നു. ഇൻ്റർവ്യൂസൊക്കെ കൊടുത്ത് ക്ലയൻറ്റ് തിരിച്ച് ഇന്ത്യയിൽ വരുന്നു. അതിനുശേഷം ക്ലയൻറ്റിന് പാസ്പോർട്ടിൽ കനഡിയൻ സ്റ്റാമ്പിംഗ് നടക്കുന്നു, വർക്ക് പെർമിറ്റിൻ്റെ സ്റ്റാമ്പിംഗ് നടന്നു. 5 പേരുണ്ട് ഇവർ. ഈ വർക്ക് പെർമിറ്റിൻ്റെ സ്റ്റാമ്പിംഗ് നടന്ന ശേഷം ആദ്യം 2 പേര് മുംബൈ എയർപോർട്ട് വഴി കാനഡയ്ക്ക് പോവുകയാണ്. അവിടെ വെച്ച് പിടിച്ചു. ഫ്രോഡ്. വിസ ഓഫീസർ പിടിച്ചു. അയ്യോ. 3 പേര് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 പേര് പോകാനിരിക്കുകയാണ്. അതിൽ ഒരാളാണ് എൻ്റെ അടുക്കൽ കണക്ട് ചെയ്ത ആളാണ്.
അവർ നെടുമ്പാശ്ശേരി വഴി പോകാനാണ് ഇരിക്കുന്നത്. പൈസ മൊത്തം കൊടുത്തു. ബിക്കോസ് വിസ സ്റ്റാമ്പിങ് കഴിയുമ്പോൾ ഈ 45 lakhs കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അത് ഈ പിടിച്ച 3 പേരുണ്ടല്ലോ, അവരെ ഇറക്കാനായിട്ട് 3 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പ്ലസ് 2 ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും കൂടി പോകേണ്ടി വന്നു. ബിക്കോസ് ഇത് വിസ തട്ടിപ്പായിരുന്നു. ഇത്ര എളുപ്പത്തിലാണ് പറ്റിക്കപ്പെടുന്നത് അല്ലേ? ആ വിസ സ്റ്റാമ്പിങ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ പിടിച്ചപ്പോഴാണ് എനിക്ക് സ്റ്റാമ്പിങ് അയച്ചു തന്ന്, മാം ഇതൊന്ന് ചെക്ക് ചെയ്യാമോ, ഇത് ഒറിജിനൽ വിസയാണോ ഫേക്ക് വിസയാണോ എന്നൊന്ന് പറയാമോ. ഞാൻ നോക്കിയപ്പോൾ എനിക്കത് ഫേക്കായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്നിട്ട് ഞാനത് എൻ്റെ CICC ലോയർക്ക് കാനഡയ്ക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, രേണു ഇത് ഫ്രോഡായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഇത് മെഷീനിൽ തന്നെ പോകേണ്ടി വരും, ഐഡൻറ്റിഫൈ ചെയ്യണം. US നിന്നാണ് ഐഡൻറ്റിഫൈ ചെയ്ത് വരിക, അല്ലെങ്കിൽ ഇത് കാനഡയിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വരണം, ഇവൻ ഇന്ത്യയിൽ നിന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല എന്ന്. അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആൻഡ് നീറ്റ് ആയിട്ടുള്ള പരിപാടി. എന്നിട്ട് എന്നെ വിളിച്ചു, ഞാൻ പറഞ്ഞു എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അവർ പോയില്ല അത് വെച്ചിട്ട്. പക്ഷേ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് 45 lakhs ഒരാൾ. ഇതെങ്ങനെയാണ് ഇവർ ആ ട്രാക്കിൽ പെടുന്നതെന്ന് വെച്ചാൽ, ഇവരെന്തെങ്കിലും ഒരു പാർട്ടിയോ ഫംഗ്ഷൻസിലോ ഒക്കെ പോകുമ്പോൾ 2 പേര് അവിടെ നിന്ന് സംസാരിക്കും, കാനഡയ്ക്ക് നിനക്ക് പോയിട്ട് എന്തായി. അപ്പോൾ ഇവർ ചോദിക്കും നിങ്ങൾ കാനഡയ്ക്ക് എങ്ങനെ പോയി. അപ്പോൾ ഈ പർട്ടിക്കുലർ ക്ലയൻറ്റ് ഓൾറെഡി എൻ്റെ അടുക്കൽ വന്ന് ഞാൻ ലാംഗ്വേജ് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ലാംഗ്വേജ് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിപ്പെട്ടത്. ലാംഗ്വേജ് എഴുതാൻ വയ്യ, ഒറ്റ കാരണം. ആൻഡ് therefore it makes it അത്രയും കൂടി ഇമ്പോർട്ടൻ്റ് ആവുകയാണ് ദാറ്റ് യു ഗോ ടു ദ റൈറ്റ് ഏജൻസി അല്ലെങ്കിൽ റൈറ്റ് കൺസൾട്ടൻസി ടു എമിഗ്രേറ്റ് ഓർ ടു ഇമിഗ്രേറ്റ് ഓർ ടു സ്റ്റഡി. രേണു, വെൻ ഇറ്റ് കംസ് ടു ദിസ് ഇൻഡസ്ട്രി ഒരു 1000-കണക്കിന് ആൾക്കാർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. രേണുവിൻ്റെ ബ്രാൻഡ് ഗോഡ് സ്പീഡിൽ എനിക്കറിയാം രേണുവിന് ഈ തുടക്കം വന്നത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ എത്തിക്സിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് രേണു ഈ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ എൻ്റെ MBAക്ക് ശേഷം ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യം നേഴ്സസിനെയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. നേഴ്സസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അവരുടെ സാലറി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സാലറിയാണ്. അപ്പം എനിക്ക് കൂടുതലും നേഴ്സസ് ഉണ്ടായിരുന്നത് നമ്മളുടെ ഡൽഹി മെഡന്ത മെഡിസിറ്റി എന്നുള്ളത്, പിന്നെ മുംബൈ എന്നുള്ള നേഴ്സസ് ഉണ്ടായിരുന്നു, മലയാളി നേഴ്സസ്. സോ അപ്പോൾ ഞാൻ അവരുടെ ഒരു കാനഡ പെർമനൻറ്റ് റെസിഡൻസി വിസ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു നേഴ്സും അദ്ദേഹത്തിൻ്റെ അച്ഛനും കൂടി വന്നു. അച്ഛൻ നാട്ടിൽ നിന്നും നഴ്സ് ഡൽഹിയിൽ നിന്ന് വരുവാണ്. അപ്പോൾ അദ്ദേഹം ഒരു പഴയ മനുഷ്യനാണ്. അപ്പം അദ്ദേഹം വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ട്. അപ്പോൾ പെർമനൻറ്റ് റെസിഡൻസി വിസ ആണല്ലോ, അപ്പോൾ ആദ്യം ഫണ്ട് തന്നിട്ടാണ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം കുറച്ച് ഒരു പേപ്പറിൽ പൊതിഞ്ഞ നോട്ടുകളായിരുന്നു. അപ്പോൾ പഴയതും പുതിയതുമായിട്ടുള്ള നോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറയുകയാണ്, മാം എൻ്റെ മോളുടെ പ്രായമേ ഉള്ളൂ മാമിന്, എൻ്റെ മോളെ മാം ചതിക്കില്ലല്ലോ, നാട്ടിൽ മൊത്തം പറ്റിക്കപ്പെടുവാണ് നേഴ്സുമാർ പൈസ കൊടുത്തിട്ട്, അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ, എൻ്റെ മോളുടെ പ്രോസസ്സ് നോക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ പൊതി എൻ്റെ കയ്യിലോട്ട് തന്നു. അപ്പോൾ എനിക്ക് ആ പൊതി വാങ്ങിച്ചപ്പോൾ ഒന്നാമത് എനിക്ക് അച്ഛനില്ല, ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു പോയ ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ലുക്കും ആ നേഴ്സിൻ്റെ നിപ്പും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആകെ കൂടി അങ്ങ് ഭയങ്കര ഇമോഷണലായി. അന്ന് എനിക്ക് മനസ്സിലായി ഇത് വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലിയാണ്. ഒരാളുടെ പൈസ വാങ്ങിച്ചിട്ട് ആളെ പറ്റിക്കുക എന്ന് പറയുന്ന പരിപാടി നോ, ഐ വോണ്ട് ടു. ഇതിനെ ഞാൻ 100% റെസ്പോൺസിബിലിറ്റിയോടുകൂടി തന്നെ ഓണർഷിപ്പ് ആറ്റിറ്റ്യൂഡ് അതും വേണം. ബിക്കോസ് നഴ്സുമാർ ഫ്രീ ആവുന്നത് രാത്രിയാണ്, എൻ്റെ വർക്കിംഗ് അവേഴ്സ് 6:30 ആകുമ്പോൾ കഴിയും. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഓണർഷിപ്പ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എനിക്ക് രാത്രി അവർക്ക് വേണ്ടി പ്രോസസ്സ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാൻ ഇവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് നൈറ്റ് 8 o'clock 9 o'clock 10 o'clock ഒക്കെ ഇരുന്ന് പ്രോസസ്സ് ചെയ്തു കൊടുക്കും. സോ ആ ഒരു പോയിന്റിലാണ് അത്. എനിക്കൊരു 24-25 ഇയേഴ്സേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഞാൻ പഠിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനിയും ഒരാൾ എൻ്റെ മുന്നിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഹാർഡ് ഏൺ മണി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കും. ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് 5310 എന്ന യൂണിക് പ്രോസസ് സിസ്റ്റം തന്നെ ഗോഡ് സ്പീഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. 5 എന്നാൽ 5 സ്റ്റെപ്പ് ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ, 3 എന്നാൽ 3 കേസ് ഓഫീസേഴ്സ് പെർ കേസ്, 1 എന്നാൽ 1 point of contact, and 0 means 0 worries or errors. ഒരാവശ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഗോഡ് സ്പീഡിൽ ഏതൊരു ക്ലയൻറ്റ് എന്നെ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ ഉണ്ടാകും. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവരെന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓരോ ക്ലയൻറ്റിനെയും വിളിച്ച് ചോദിക്കും, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ സർവീസിൽ, കേസ് ഓഫീസറിൽ സാറ്റിസ്ഫൈഡ് ആണോ. അവർ പറയുകയാണ് സാറ്റിസ്ഫൈഡ് അല്ല, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് തന്നെ ഞാൻ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ആക്റ്റീവായി അവരുടെ പ്രശ്നം ഞാൻ പരിഹരിക്കും. അത് ഞാനൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ കാണുവാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും നാൾ ഞാൻ അതേ ഒരു രീതിയിൽ തന്നെ വർക്ക് ചെയ്യും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും.
രേണുവിൻ്റെ ഓർഗനൈസേഷനിൽ ക്ലയൻസിനോടും കസ്റ്റമേഴ്സിനോടും മാത്രമല്ല സ്വന്തം എംപ്ലോയീസിനോടും ഒരു സർട്ടൻ അപ്രോച്ച് ഉണ്ട്, റെസ്പോൺസിബിലിറ്റിയോടെ തന്നെയുള്ള ഒരു അപ്രോച്ച് ഉണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് ഹു ആർ ലോഡ് ഓഫ് യുവർ എംപ്ലോയീസ്. ഈ ഒരു ഡെസിഷനിലേക്ക് എങ്ങനെയാണ് എത്തിയത്? എൻ്റെ ഓർഗനൈസേഷനിൽ 90% എബവ് വിമൻ എംപ്ലോയീസ് ആണ്. സോ വിമൻ എംപ്ലോയീസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആക്ച്വൽ ഇനീഷ്യൽ സ്റ്റേജിൽ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ എനിക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ മനസ്സിലായി അവർക്ക് നല്ല കഴിവുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ വളരെയധികം പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്നവർ, ഡിവോഴ്സ് ആയവർ, സിംഗിൾ മദേഴ്സ് ഉണ്ട്, കല്യാണം നടക്കാത്തവരുണ്ട്, ഫാമിലി ഇഷ്യൂസിൽ പെട്ടവരുണ്ട്. സോ എനിക്ക് മനസ്സിലായി അവരുടെ കരിയറിൽ എന്തെങ്കിലും ഒരു മാറ്റം എനിക്ക് വരുത്താൻ പറ്റിയാൽ, ബിക്കോസ് എൻ്റെ ലൈഫ് അത്ര ഈസി ആയിരുന്നില്ല, കുറച്ച് നല്ല പാടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു എന്നാൽ അവരെ എങ്ങനെയാണോ ഞാൻ എൻ്റെ യാത്ര മുന്നോട്ട് കൊണ്ടുവന്നത്, ഞാൻ എങ്ങനെയാണോ ഒരു പൊസിഷനിൽ എത്തിയത്, അതുപോലെ അവരും ഒരു പൊസിഷനിലോട്ട് എത്തണം. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പൊസിഷൻ മണി പവർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അവരെ ഇരുത്തി പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ ഈ പൊസിഷനിലല്ല ഇരിക്കേണ്ടത്, നിങ്ങൾ അടുത്ത പൊസിഷനെ പറ്റി തിങ്ക് ചെയ്യണം. പൊസിഷൻ മണി പവർ, പൊസിഷൻ വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ മണി ഉണ്ടാവും, പൊസിഷനും മണിയും വന്നാൽ നിങ്ങൾക്ക് പവർ ഉണ്ടാവും. നിങ്ങളുടെ മദറിലോ അല്ലെ ഫാദറിലോ ഹസ്ബൻഡ് എന്ത് പൊസിഷനിലാണ് എൻ്റെ ഡോട്ടറിലോ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളോടൊരു റെസ്പെക്റ്റ് ഉണ്ടാവും, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവും, സമൂഹത്തിനുണ്ടാവും, നിങ്ങളുടെ കുട്ടിക്കുണ്ടാവും. ഹൗ എൻ്റെ അമ്മ ഇന്ന പൊസിഷനിലാണ് ഇരിക്കുന്നത്. നാളെ നിങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യാതിരുന്ന് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ പറയും എൻ്റെ മദറിലോ കാരണം, എൻ്റെ ഹസ്ബൻഡ് കാരണം, എൻ്റെ ഫാദറിലോ കാരണം, അച്ഛൻ കാരണം, അമ്മ കാരണം എന്ന് പറഞ്ഞാൽ ആരും ഇത് കേൾക്കാനുണ്ടാവില്ല. ആർക്ക് നഷ്ടപ്പെടും? നിങ്ങൾക്ക് മാത്രം നഷ്ടം ഉണ്ടാവുള്ളൂ. സോ കം ടു നെക്സ്റ്റ് ലെവൽ. ഡു നോട്ട് കോംപ്രമൈസ് യുവർ ലൈഫ് ഫോർ എനിത്തിങ്. അതുപോലെ വേറൊരു അബ്രിവിയേഷൻ ഉണ്ടല്ലോ, വിച്ച് ഇസ് ഹെൽത്ത് റിലേഷൻ. അതെന്താണ്? അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ. അത് ഈ അഗെയിൻ വിമൻ എംപ്ലോയീസ് ആണല്ലോ, അറിയാലോ. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, ആങ്സൈറ്റി ഇഷ്യൂസ്, വീട്ടിലത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ എപ്പോഴും ഇവരുടെ ടോട്ടൽ ലൈഫ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആയിരിക്കില്ല. സോ അതിന് വേണ്ടിയിട്ട് ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി 4 ആസ്പെക്റ്റിൽ വർക്ക് ചെയ്തു. ഹെൽത്ത് എന്ന് പറയുമ്പോൾ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. മെൻ്റൽ ഹെൽത്ത് ആണ് ഇപ്പോൾ ഏറ്റവും പ്രശ്നത്തിൽ ഉള്ളത്. അതിൽ എസ്പെഷ്യലി ലേഡീസിന് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനായി, അത് ഇത് ആങ്സൈറ്റി ഇഷ്യൂസ് എക്സെട്ര. സോ നമ്മൾ മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഇത് മാൻഡേറ്ററി ആക്കി ഓഫീസിൽ. ഫസ്റ്റ് ഇൻ ദ മോർണിംഗ് സെൽഫ് ടോക്ക് ചെയ്യണം, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഫസ്റ്റ് എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ സെൽഫ് ടോക്ക് ചെയ്യുക. ഐ എം കോൺഫിഡൻറ്റ്, ഐ എം ഹാപ്പി, ഐ ക്യാൻ ഡൂ ഇറ്റ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യൂ. അതായത് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമ്മൾ നമ്മുടെ തന്നെ കപ്പ് ഫില്ല് ചെയ്യുക വിത്ത് പോസിറ്റീവ് എനർജി, വിത്ത് പോസിറ്റീവ് തോട്ട്സ്, അല്ലേ? പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുമ്പോൾ രാവിലെ ഫസ്റ്റ് ഇൻ ദ മോർണിംഗ് എഴുന്നേറ്റ് ഒറ്റ കിച്ചണിലോട്ട് കൊടുക്കേണ്ടത്. അവിടെ എഴുന്നേറ്റിരുന്ന ഒരു 5 minutes അല്ലെ 10 minutes ഐ എം കോൺഫിഡൻറ്റ്, ഐ എം ഹാപ്പി, ഐ ക്യാൻ ഡൂ ഇറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി. യെസ്, അത് നിങ്ങളൊരു 21 times 21 days പറയുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പാറ്റേൺ ആവും. അത് സബ് കോൺഷ്യസ് മൈൻഡിൽ പാറ്റേൺ ആവുമ്പോൾ ഈവൻ നമ്മുടെ മുന്നിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മൾക്ക് ഫീൽ ചെയ്യും ഐ എം കോൺഫിഡൻറ്റ്. ബിക്കോസ് ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനോട് ഡെയിലി പറയുകയാണ് ഐ എം കോൺഫിഡൻറ്റ്, ഐ എം കോൺഫിഡൻറ്റ്. സോ അത് നിങ്ങൾ പറയൂ നിങ്ങളോട്. അല്ലാണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് വന്നിട്ട് നിങ്ങൾ വളരെ സുന്ദരിയാണെന്ന് കാണാൻ, നിങ്ങൾ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ യു ആർ വെരി ഗുഡ് എന്ന് പറയുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതായിരിക്കും സെൽഫിൽ പാറ്റേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഐ എം കോൺഫിഡൻറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്. അതിന് വേണ്ടിയിട്ടാണ് മെൻ്റൽ ഹെൽത്തിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഫിസിക്കൽ ഹെൽത്ത് അവർ ടേക്ക് കെയർ ചെയ്യണം. ആരോഗ്യമുള്ള ഒരു ശരീരം വളരെ ആവശ്യമാണ്. സോ ഐ ആസ്ക് ദം ടു ഡു യോഗ, മെഡിറ്റേഷൻ, വാട്ട് എവർ. സോ ദെൻ ഹെൽത്ത്, റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വേറെ ഒരു പ്രശ്നം ഞാൻ എപ്പോഴും കാണുന്നത്, ഈ വിമൻ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും അവരും അവരുടെ ഹസ്ബൻഡും അവരുടെ കുട്ടിയും എന്നൊരു ലോകത്തോട്ട് മാറാൻ അവർ ആഗ്രഹിക്കുകയാണ്. ഓക്കെയാണ്, ദാറ്റ്സ് ഗുഡ്. നമ്മളെപ്പോഴും പ്രൈമറി ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാകണം. പ്രൈമറി ഫാമിലി എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും, അതാണ് പ്രൈമറി ഫാമിലി ഉണ്ടാവണം. പക്ഷേ സെക്കൻഡറി ഫാമിലിയും ചുറ്റുമുള്ള എല്ലാവരോടും ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമ്മുടെ ലൈഫ്. നല്ലപോലെ ഫാദറിലോ മദറിലോ, ഞാൻ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് മദറിലോയുമായിട്ട് നിങ്ങൾ പിന്നെ വീക്കെൻഡിൽ ഒരു ക്യാച്ചപ്പ് വെക്കും, മദറിലോയും നിങ്ങളും മാത്രം. നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ അമ്മ വെച്ചോളൂ, ഇത് അമ്മയ്ക്കുള്ള മണിയാണ്. ചിലപ്പോൾ മദറിലോയ്ക്ക് ആരും കൊടുക്കാനുണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു കുട്ടി എന്നോട് പറഞ്ഞു, മാം എൻ്റെ മദറിലോ പറഞ്ഞു നീ മാത്രമാണ് എൻ്റെ ബർത്ത്ഡേക്ക്
എന്നെ ഇത്രയും ടേക്ക് കെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ എന്നെ ഇത്രയും എനിക്ക് സാലറി കിട്ടുമ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് പൈസ കൊണ്ടുവന്ന് തരുന്നതും അതിന് വേറൊരു കോൺസെപ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, യൂട്ടിലിറ്റി കാർഡ്. ആ യൂട്ടിലിറ്റി കാർഡ് അവർക്കുള്ളതല്ല, അവരുടെ ഫാമിലിക്കുള്ളതാണ്. അതൊന്നില്ലാതെ അവരുടെ ഫാദറിലോ മദറിലോ അച്ഛനമ്മ അവർക്ക് കൊടുക്കണം. അപ്പോൾ അവർ ആ യൂട്ടിലിറ്റി കാർഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യട്ടെ. ഓക്കെ, ഒരു നല്ല കോൺസെപ്റ്റാണ്. കുറച്ചും കൂടി അവരും അവരുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരും അവരുടെ ഫാമിലിയായിട്ട്. സോ അപ്പോൾ റിലേഷൻഷിപ്പിൽ എപ്പോഴും വർക്ക് ചെയ്യാൻ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ്. സോ ദാറ്റ് ഇസ് HR, then CNM. സി എന്ന് പറയുമ്പോൾ കരിയറും പൊസിഷൻ മണി പവറും കണക്റ്റഡ് ആണ്. കരിയർ വരുമ്പോൾ PMP, ഒരു കാരണവശാലും അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഒരു പൊസിഷനിൽ നിന്നും അടുത്ത പൊസിഷനിലോട്ട് പോയേ പറ്റൂ. നെക്സ്റ്റ് മണി എന്ന് പറയുമ്പോൾ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവർ കിട്ടുന്ന സാലറി മൊത്തം കയ്യിൽ വെക്കില്ല, എല്ലാം ആർക്കെങ്കിലും കൊടുക്കും. അല്ല, വീട്ടിൽ തന്നെ ചിലവാക്കുമായിരിക്കും, അതിന് കൊടുത്തു ഇതിന് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻസ് മാസ്റ്ററി പ്ലാൻ ചെയ്തു. അപ്പോൾ 55% ഓഫ് സാലറി സ്പെൻഡ് ചെയ്തോളൂ, 25% സാലറി 100% നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സേവ് ചെയ്യണം. നോ ജോയിന്റ് അക്കൗണ്ട്, നോ ഹസ്ബൻഡ്, നോ ഡോട്ടർ, നോ മദർ, നോ ഫാദർ, യുവർ ഓൺ അക്കൗണ്ട് 25%. എത്ര പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നുണ്ട് രേണുവിന്? ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, KSFEs ഉണ്ട് പെൺകുട്ടികൾക്ക്. മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് ഒരു കുട്ടി 22 ഇയേഴ്സേ ഉള്ളൂ, 5 lakh സേവിങ് ആയി ആളുടെ എൻഗേജ്മെൻറ്റ് തന്നെ നടത്തി. നെക്സ്റ്റ് ഇയർ മാരേജ് ആണ്, ആൾ തനിയെ അത് നടത്തുമെന്ന് പറഞ്ഞു. അതുപോലെ കോട്ടയത്തുള്ള ഒരു കുട്ടി സ്വന്തം കല്യാണം, ഒരു അച്ഛൻ അദ്ദേഹത്തിൻ്റെ മരിച്ചു പോയിരുന്നു, സ്വന്തം കല്യാണം സ്വന്തമായിട്ട് നടത്തി ആൾ പ്രൂവ് ചെയ്തു. ഐ ഫീൽ സോ പ്രൗഡ് ആൻഡ് ഹാപ്പി രേണു. കാരണം എത്രയോ ആൾക്കാരുടെ ലൈഫാണ് ഈ ഒരു ഡിസിഷനിലൂടെയും ഈ ഒരു സ്ഥാപനത്തിലൂടെ എത്ര പേരുടെ ലൈഫാണ് മാറുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ മാത്രമല്ല, സ്ത്രീയിലൂടെ ആ കുടുംബത്തിൻ്റെ തന്നെ ലൈഫ് മറിയാണ് ശരിക്കും. ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ രേണുവിൻ്റെ ലൈഫിൽ എങ്ങനെയാണ് രേണു ഇങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്തത്? കാരണം ഒരു സാധാരണ ഒരു കുടുംബത്തിൽ അച്ഛൻ മരിച്ചു പോയി, അമ്മുമ്മയാണ് വളർത്തിയത്. ഒത്തിരി ബുദ്ധിമുട്ടുകൾ രേണു കണ്ടിട്ടുണ്ട്. ഒരു ഏതെങ്കിലും ഓർമ്മയിൽ നിന്ന് ഏതെങ്കിലും ഒരു അനുഭവം പങ്കിടുമോ, വേർ യു ഫെൽറ്റ് ഞാൻ എങ്ങനെ ഇത് മറികടക്കും എന്ന് വിചാരിച്ച ഏതെങ്കിലും നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ഷെയർ ചെയ്യുമോ? കാരണം തുടക്കം അവിടെ നിന്നാണ് രേണുവിൻ്റെ. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു നോ. ഇന്നിവിടെ നിൽക്കുന്നത് അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ്. യു ആർ എൻ ഇൻസ്പിറേഷൻ ഫോർ എ ഹോൾ ജനറേഷൻ ഓഫ് വിമൻ. ടെൽ മീ. ആക്ച്വലി അത് ശരിക്കും എന്നെ ഒത്തിരി കളിയാക്കലുകളിൽ നിന്നാണ് എന്ന് എനിക്ക് എക്സാക്ട്ലി പറയാൻ പറ്റും. ബിക്കോസ് ഒത്തിരി ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. കളിയാക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിന് ഒത്തിരി വിഷമം ഉണ്ടാക്കുന്ന വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, മെൻ്റൽ ട്രോമ. സോ അവിടെയാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്, ഇവരുടെ മുന്നിൽ എന്തെങ്കിലും ഒന്നാകും. കളിയാക്കിയവർ അത് മാറ്റി പറയുമല്ലോ. അപ്പോൾ അതെൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിച്ച ഒത്തിരി ടോക്സ് എനിക്കത് ശരിക്കും പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടി, ഒരു 13 വയസ്സ് അല്ലെ 10 വയസ്സുള്ള ഒരു കുട്ടിയോട് ഒരാൾ മുന്നിൽ നിന്ന് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ എപ്പോഴും ആ കുട്ടി അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അതായിരിക്കാം ഇവിടെ എത്തിയതും. പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് എനിക്ക് ഭയങ്കര ട്രോമയായിരുന്നു ആ സമയത്ത്. പക്ഷെ അതാണ് പിന്നീട് ഞാൻ ചിന്തിച്ചു, നോ, എന്തായാലും ഡ്രീം ഉണ്ടാവണം. സോ എവറി നൈറ്റ് ഞാൻ ഡ്രീം ക്രിയേറ്റ് ചെയ്യുമായിരുന്നു കിടക്കുന്നതിന് മുന്നേ. അതെൻ്റെ ഗ്രാൻഡ് മദർ എന്നെ പഠിപ്പിച്ചു തന്നതാണ്. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ ഡ്രീം ക്രിയേറ്റ് ചെയ്യണം. ലാസ്റ്റ് ഇൻ ദ നൈറ്റ് ആൻഡ് ഫസ്റ്റ് ഇൻ ദ മോർണിംഗ് ആ ഡ്രീം നടന്നതായിട്ട് ചിന്തിക്കണം. അപ്പോൾ ഞാൻ അമ്മൂമ്മ പറഞ്ഞു തന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇത്. അപ്പം ഞാനും എൻ്റെ ഗ്രാൻഡ് ഞങ്ങളൊരു ഭയങ്കര ഡിസിപ്ലിൻ ലൈഫായിരുന്നു. ഒരു 3:30 മോർണിംഗ് 3:30 എഴുന്നേക്കും. 4 o'clock ആകുമ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകും. എല്ലാ ദിവസവും ഞങ്ങൾ നിർമ്മാല്യ ദർശനമൊക്കെ തൊഴും. അപ്പോൾ ഈ 3:30 ഒക്കെ ആകുമ്പം എൻ്റെ രണ്ടമ്മ എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ പറയും, ഡ്രീം, ഇന്നലത്തെ ഡ്രീം എഗെയിൻ കാണുക, ഇന്നത് നടന്നതായിട്ട് ചിന്തിക്കാൻ പറയും. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് വലിയ കാറിൽ വന്നിറങ്ങുന്നു, അപ്പോൾ വലിയ വീട്ടിൽ താമസിക്കുന്നു, അല്ലെ വലിയ പൊസിഷനിലിരിക്കുന്നു. അപ്പോൾ ഞാൻ നടന്നു വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഡ്രീംസ്. അതുപോലെ എൻ്റെ ഗ്രാൻഡ് മദർ പറയായിരുന്നു, എപ്പോഴും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡു വൺ തിങ്. ആ വേദനിപ്പിച്ച അതേ സിറ്റുവേഷനിൽ എന്നെ വീട്ടിൽ ജയ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ജയക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ജയയോട് നല്ലത് പറയുന്നതായിട്ട് ചിന്തിക്കാൻ. സോ അപ്പോൾ ക്ലാപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട നായകനെയൊക്കെ വെച്ചിട്ട് അവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ ഡ്രീം ചെയ്യുമായിരുന്നു. ദാറ്റ് ഈസ് സംതിങ് ആ ഒരു ചെറിയ ഏജിൽ തന്നെ ഞാൻ ചെയ്യുമായിരുന്നു.
ഒരു ഡ്രീമിങ്. അപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം എന്നെ ഒത്തിരി ഇങ്ങനെ ഞാൻ ആക്ച്വലി ഒരു +2 കഴിഞ്ഞിരുന്നപ്പോൾ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ വളരെ നിയർ ആയിട്ടുള്ള എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞു, +2 കഴിഞ്ഞില്ലേ, ഇനി അച്ഛനില്ലാത്തവർ വല്ല STD ബൂത്തിലും പോയിരിക്കട്ടെ, അല്ലാണ്ട് ഇനി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇത്രയും എൻ്റെ ഓർഗനൈസേഷനിൽ വിമൻ എംപ്ലോയീസിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഭിലായിൽ പോയി പഠിച്ചു, പിന്നെ റായ്പൂരിൽ പഠിച്ചു, ബാംഗ്ലൂരിൽ ജോലി ചെയ്തു, കുറേ ജീവിതം കണ്ടു ഒരു ചെറിയ പ്രായത്തിൽ തന്നെ. ഇപ്പം അമ്മൂമ്മയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ എന്ത് കാര്യമാണ് ഇപ്പോൾ രേണു സ്വയമേ കാണാറുള്ളത്? എന്ത് ട്രേറ്റാണ് ഇപ്പോഴും കയ്യിൽ വെച്ചിരിക്കുന്നത് അമ്മൂമ്മയുടെ? ഷീസ് സ്ട്രോങ്. എന്ത് സംഭവിച്ചാലും ആൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ആൾക്കൊന്നിനെ പേടിയില്ല. ഒന്നിനും പേടിയില്ല. നൈറ്റ് 12 o'clock പുറത്തിറങ്ങാൻ പറഞ്ഞാലും, നടന്ന് റോട്ടിൽ കൂടി പോകാൻ പറഞ്ഞാലും, എവിടെ പോകാൻ പറഞ്ഞാലും, എത്ര ദൂരം തനിയെ സഞ്ചരിക്കാൻ പറഞ്ഞാലും ആൾക്ക് ഒരു പേടിയും ഒന്നിനെയും ഇല്ല. ഒപ്പം ആൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ആൾ വീഴില്ല. ലൈക്ക് അത്ര സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളുടെ കൂടെയല്ലേ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ മെൻ്റലി എനിക്ക് തോന്നുന്നു എനിക്ക് എന്നെ ആരും കുളിപ്പിച്ചതായിട്ട് ഓർമ്മയില്ല, പൊട്ടു കുത്തിയതായിട്ട് ഓർമ്മയില്ല, ഉടുപ്പിടിച്ചതായിട്ട് ഓർമ്മയില്ല. എല്ലാം ഞാൻ ഓർമ്മ വെച്ചപ്പോൾ തൊട്ടേ തനിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കത് ഒരു വലിയ കാര്യമായിട്ട് തോന്നിയിട്ടേ ഇല്ല. ചെറുപ്പം തൊട്ടേ അങ്ങനെയാണല്ലോ, അപ്പം അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് മദറും ഞാനും തമ്മിലുള്ള ലൈഫിൽ മൊത്തം ഞങ്ങൾ അങ്ങനെയായിരുന്നു. അമ്മൂമ്മ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു? ഇല്ല. നിങ്ങൾ എങ്ങനെയാണ് സർവൈവ് ചെയ്തത് രേണു? ഞങ്ങൾക്ക് ചെറിയ ചെറിയ മണി ഓർഡറുകൾ കിട്ടുമായിരുന്നു, അതുകൊണ്ടൊക്കെ ഞങ്ങൾ സർവൈവ് ചെയ്തു. സമ്മതിച്ചിരുന്നു. ഇപ്പോൾ ലൈഫിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, എല്ലാ തരത്തിലും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന, ശരിക്കും ചെയ്യാമെന്ന് വിളിക്കാൻ തോന്നുന്നത്, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രേണുയുടെ ഹസ്ബൻഡ് സിനിമാ സംവിധായകനാണ് അനൂപ്. അനൂപിനെ കുറിച്ച് പറയൂ. ആൻഡ് വാട്ട് ഡസ് ഹി ബ്രിങ് ഇൻ ടു യുവർ ലൈഫ്? മോളും ഉണ്ട്, ഇപ്പോൾ ഒരു 6 വയസ്സുള്ള മോള് അല്ലേ? 6 വയസ്സായിട്ടില്ല, 6 വയസ്സാകുമ്പോൾ. ഹസ്ബൻഡിനെ കുറിച്ച് പറയും. ഹസ്ബൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് ശരിക്കും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമല്ല, ശരിക്കും ഒരു ഫാദർ ഡോട്ടർ, സം ടൈം ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട്, സം ടൈം ഹസ്ബൻഡ്, അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ്. എനിക്ക് ഒന്നാമത്തെ കാര്യം, എൻ്റെ ലൈഫിൽ അധികം ആണുങ്ങൾ വന്നിട്ടില്ലാത്തൊരു ലൈഫാണ്. ഗ്രാൻഡ് മദറും ഞാനും തമ്മിലുള്ള ഒരു ലോകം എന്ന് പറയുമ്പോൾ തന്നെയും എനിക്കതിനെപ്പറ്റി വലിയൊരു കോൺസെപ്റ്റ് ഇല്ല. സോ ഇദ്ദേഹം എൻ്റെ ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോഴാണ്, എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടപ്പോഴാണ് ശരിക്കും അച്ഛനും മോളും തമ്മിൽ ഇങ്ങനെയൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഒരു അച്ഛൻ മകളെ പാമ്പർ ചെയ്യും. ചിലപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഏറ്റവും മിസ് ചെയ്തതും അത് തന്നെയാണ്. ഇത് കണ്ടപ്പോഴാണ് അത് മിസ്സായി എന്ന് തോന്നൽ വന്നത്. അതുവരെ എനിക്ക് അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സേ ഉണ്ടായിരുന്നില്ല. ബെസ്റ്റ് എനിക്ക് കിട്ടിയെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ഗ്രാൻഡ് മദർ ബെസ്റ്റ് എനിക്ക് കിട്ടി. പിന്നെ എൻ്റെ അമ്മ ഓൺ ഓഫ് ആയിട്ടാണെങ്കിലും കൂടെ വരാനായിട്ട് ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ഒത്തിരി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാതയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആണുങ്ങൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. പക്ഷെ ഹസ്ബൻഡ് വന്നപ്പോഴാണ് യെസ് ഡെഫിനറ്റ്ലി ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫാദർ, അങ്ങനത്തെ പിന്നെ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്. അപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി എല്ലാം അറിയാം, A to Z അദ്ദേഹത്തിന് അറിയാം. സോ എനിക്ക് തോന്നുന്നു, എപ്പോഴും എന്നോട് പറയാറുണ്ട്, രേണു ഭയങ്കര സ്ട്രോങ് ആണ് എന്നെപ്പോഴും പറയാറുണ്ട്. ഞാനൊക്കെയാണ് ചിലപ്പോൾ സർവൈവ് ചെയ്യില്ല രേണു, ഇത്രയും സ്ട്രോങ് ആയിട്ട് രേണു മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന കാര്യം. ഇന്നിപ്പോൾ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നതും ഹസ്ബൻഡാണ്. പലപ്പോഴും കോസ്റ്റ്യൂംസ് ഒക്കെ സെലക്ട് ചെയ്ത് തരുന്നത് രേണുവിൻ്റെ ഹസ്ബൻഡാണ്. പലപ്പോഴും അല്ല, എല്ലായ്പ്പോഴും 90% ഹസ്ബൻഡ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. കോസ്റ്റ്യൂം എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ സപ്പോർട്ടീവാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ മെക്സിക്കൻ അപാരതയ്ക്ക് അതിന് തൊട്ട് മുന്നേ ആയിരുന്നു നിങ്ങളുടെ കല്യാണം. നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു? വാസ് ഇറ്റ് എ ലവ് മാരേജ്? ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? എവിടെയാണ് കണ്ടുമുട്ടിയത്? ഇതൊരു അറേഞ്ച് മാരേജ് ആണ്, മാട്രിമോണിയൽ സൈറ്റ്. എൻ്റെ മദറാണ് ഇദ്ദേഹത്തിനെ കണ്ടുപിടിച്ചത്. അതിനുശേഷം ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു 2 years. 2 years, ഓക്കെ. 2 years. അതിനുശേഷം ഒരു മെക്സിക്കൻ അപാരത റിലീസ് ആവുന്നതിന് ജസ്റ്റ് തൊട്ട് മുന്നേ മെക്സിക്കൻ അപാരതയുടെ പ്രൊഡ്യൂസ് ചെയ്തത് അനൂപാണ്. ജവാൻ ഓഫ് വെള്ളിമല എന്ന് പറഞ്ഞ സിനിമയാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തത്. പിന്നെ ഹോമിലി മീൽസ് എന്ന് പറഞ്ഞൊരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ. അപ്പം നിങ്ങളുടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 പേർക്കും ഒരു കണക്ഷൻ ഇല്ലാത്ത മേഖലയിലാണ്, ഒരു സിനിമയായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെയാണ് ഇത്രയും നാളും വർക്ക് ചെയ്തത്. ഇപ്പം എനിക്കറിയാം, കുറേയൊക്കെ കാര്യങ്ങൾ അറിയായിരിക്കും രേണുവിന്. ഹസ്ബൻഡ് ആണെങ്കിൽ ഈ ഫീൽഡുമായിട്ട് വലിയ ബന്ധമില്ല. അപ്പം നിങ്ങളുടെ ഈ ക്രിയേറ്റീവ് കൊലാബറേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ 2 പേർക്കും? ഇൻ യുവർ പ്രൊഫഷണൽ സ്പേസ് ഇൻഡിവിജ്വൽസ് ആണ്, 2 പേർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. എനിക്ക് എൻ്റെ അഭിപ്രായമുണ്ട്, അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഇപ്പം എൻ്റെ മുന്നിൽ നിന്ന് ആരെന്ത് പറഞ്ഞാലും അത്
ചിന്തിക്കുക, മനസ്സിലാക്കുക, തീരുമാനം എടുക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എപ്പോഴും എൻ്റെ ഒരു പ്രാക്ടിക്കൽ വേ എന്ന് പറയുന്നത്, ഞാൻ വിചാരിക്കുന്നത് നമുക്ക് 3 വിൻഡോസ് ഉണ്ട് ഒരു ഹ്യൂമൻ ബീങ് ആരാണെങ്കിലും. പ്രോബ്ലം വിൻഡോ, സൊല്യൂഷൻ വിൻഡോ, എക്സലൻസ് വിൻഡോ. സോ എന്തെങ്കിലും കാരണവശാൽ പ്രോബ്ലം വിൻഡോയിലോട്ട് പോകേണ്ടി വന്നാൽ ഞാൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് സൊല്യൂഷൻ വിൻഡോയിലോട്ട് പോകും, എന്നിട്ട് എക്സലൻസ് വിൻഡോ പോകും. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഞാൻ പറയും എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം ഇതാണ്, ഇത് ഒരു എക്സലൻറ്റ് വിൻഡോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അനുവിന് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ യെസ്, ശരിയല്ലെന്ന് തോന്നുവാണെങ്കിൽ അനുവിന് പറയാം. ഇൻഡിവിജ്വലി ഓരോ തീരുമാനങ്ങളും ഞങ്ങൾക്ക് 2 പേർക്കും ശരിയെന്നുള്ളത് ഞങ്ങൾ എടുത്തിട്ടാണ് ഒരു പോയിന്റിൽ എത്തുന്നത്. ഇപ്പോൾ ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡിൻ്റെ ഡയറക്ടറും കൂടിയാണ് അനൂപ്. നേരത്തെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, പ്രൊപ്രൈറ്റർഷിപ്പിലായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു കമ്പനി നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടി 200+ ആയി. സോ എനിക്ക് ഒറ്റയ്ക്ക് ഒരു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും സിനിമയോട് തന്നെയാണ് കൂടുതലും ഇഷ്ടം. അത് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി അവിടെയാണ്. പക്ഷേ ഇപ്പോൾ ഇപ്പം എംപ്ലോയീസ് കൂടുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്ക് കറക്റ്റ് സമയത്ത് സാലറി കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ അതിനോട്. അപ്പോൾ അദ്ദേഹത്തിന് അത് കാണുമ്പോൾ യെസ്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഗോഡ് സ്പീഡ് ഇമിഗ്രേഷനിൽ അദ്ദേഹത്തിന് കാണിക്കാൻ ഒരു സ്പേസ് ഉണ്ട്. ബിക്കോസ് അത് ഒരു ക്രിയേറ്റീവും കൂടിയാണല്ലോ. അപ്പം ഗോഡ് സ്പീഡിൻ്റെ ക്രിയേറ്റീവ് പാർട്സ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അനൂപാണ്, മാർക്കറ്റിംഗ് ആൻഡ് ക്രിയേറ്റീവ്. That's a beautiful collaboration between the two of you. Coming to the part where I really want to understand, ഇപ്പം നമ്മൾ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുമ്പോഴും വിമൻ എംപ്ലോയീസിനെ കുറിച്ച് പറയുമ്പോഴും രേണു പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഓൺട്രപ്രണേഴ്സ്, അവർക്ക് എന്താണ് ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്ന നിലയ്ക്ക് പറയുക? ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തും ആയിക്കോട്ടെ, അത് ഈ മേഖല ആയിക്കോട്ടെ ഏത് മേഖലയും ആയിക്കോട്ടെ, നിങ്ങൾ ഡിസിഷൻ എടുക്കണം. ചോയ്സസ് ആൻഡ് നമ്പേഴ്സ് ഉണ്ടാവും. ആ ചോയ്സസിൻ്റെ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പകരം വേറൊരാൾ ആ ഡിസിഷൻ എടുക്കും. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. പല സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഇതാണ്, അവർ ഡിസിഷൻസ് എടുക്കുന്നില്ല. റൈറ്റ് ആയിക്കോട്ടെ റോങ് ആയിക്കോട്ടെ, അത് പിന്നീടല്ലേ അറിയുള്ളൂ, പക്ഷേ എടുക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തതാണ്, ഡിസിഷൻ എടുത്തു. റൈറ്റ് റോങ്, ചിലപ്പോൾ ചിലത് തെറ്റിയിട്ടുണ്ട്, ചിലത് വളരെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പക്ഷേ തെറ്റിയതിൽ നിന്ന് ഞാൻ പിന്നെയും പഠിച്ചു. ജസ്റ്റ് ഞാൻ എഗെയിൻ എഴുന്നേറ്റ് വന്നു, പൊങ്ങി നിന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ഡിസിഷൻ എടുക്കൂ, അത് നിങ്ങൾ എടുക്കണം. നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ എടുക്കരുത്. നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ എടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്താലും വർക്ക്ഔട്ട് ആവില്ല. നമ്മുടെ കമ്മിറ്റ്മെൻ്റ് അല്ലേ എൻഡ് ഓഫ് ദി ഡേ, നമ്മുടെ ഡിസിഷൻ അല്ലേ. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് ചോയ്സസ് മുന്നിൽ വരുമ്പോൾ ഏത് വേണം ഞാൻ എഴുതി വെക്കാറുണ്ട്. 1 2 3 4 5 6. അതിൽ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ 3 ഉണ്ടാവുള്ളൂ. അടുത്ത പേജിൽ പോകുമ്പോൾ ചിലപ്പോൾ 1 ആയിരിക്കും, ചിലപ്പോൾ ബാക്കി 2 ആയിരിക്കും കറക്റ്റ്. ബട്ട് ഞാൻ എടുത്തത് ഈ ഒരു ഡിസിഷനാണ്. ഇറ്റ്സ് ഓക്കെ, മൈ ഓൺ ഡിസിഷൻ, റൈറ്റ്. ആൻഡ് ആസ് എ ബിസിനസ് വുമൻ, ഒരു പേഴ്സണൽ മോട്ടോ, ഒരു തിങ് ദാറ്റ് യു അബൈഡ് ബൈ, അതെന്താണ്? ഒരു ഓൺട്രപ്രണർ എന്ന നിലയ്ക്ക്, ഒരു ബിസിനസ് വുമൻ എന്ന നിലയ്ക്ക്, ദിസ് ഇസ് വാട്ട് ഐ റെപ്രസെൻറ്റ് എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓണർഷിപ്പ് ആറ്റിറ്റ്യൂഡ്. ഈ 2 കാര്യങ്ങളിൽ ആണ് മുന്നോട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒരു എന്ത് കാര്യം ചെയ്താലും അതിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. അതിന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എന്താണ് സാധാരണ ഇപ്പം എൻ്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളോട് എന്താണ് ലേറ്റായിട്ട് വരാൻ കാരണം, ബസ് ലേറ്റായി. ഞാൻ ലേറ്റായിട്ട് വരുന്നതിൻ്റെ പോലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. എന്തിനും ഏതിനും നമ്മൾ മറ്റൊരാളെയാണ് എന്തുകൊണ്ട് രേണുവിൻ്റെ ലൈഫ് ഇങ്ങനെയായി, അതെൻ്റെ അച്ഛനില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് അമ്മയില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ശരിയല്ലാത്തത് കൊണ്ടാണ്. സോ റെസ്പോൺസിബിലിറ്റി ആരും ഏറ്റെടുക്കുന്നില്ല. ചെറിയ കാര്യത്തിനാണെങ്കിലും മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കൊടുക്കുവാണ്. അത് ബസ് ഡ്രൈവറുടെ തലയിലാണെങ്കിലും കൊള്ളാം, അച്ഛൻ്റെ തലയിലാണെങ്കിലും അമ്മയുടെ തലയിലാണെങ്കിലും ഹസ്ബൻഡിൻ്റെ തലയിലാണെങ്കിലും. സോ ഞാൻ പറയുന്നത് റെസ്പോൺസിബിലിറ്റി. സോ ഞാൻ എൻ്റെ എല്ലാ കാര്യത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു. അതെൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും. അപ്പോൾ ഞാൻ റെസ്പോൺസിബിലിറ്റി, ഓണർഷിപ്പ് ആറ്റിറ്റ്യൂഡ്, ഇത് രണ്ടും ആസ് എൻ ഓൺട്രപ്രണർ, ആസ് എൻ പ്രിൻസിപ്പൽ കൺസൾട്ടൻ്റ് എന്നുള്ള നിലയിൽ എപ്പോഴും ഞാൻ എടുത്ത് ചേർത്ത് വെക്കുന്ന കാര്യമാണ്. രേണു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനോട് സംസാരിച്ചിട്ട് ഞാൻ കുറേ എനിക്ക് തന്നെ പേഴ്സണൽ ടേക്ക് അവേസ് ഉണ്ട്. ഒന്ന്, ഈ ഡിസിഷൻസ് എടുക്കുക, എന്ത് തീരുമാനമാണെങ്കിലും ആ തീരുമാനങ്ങൾ എടുക്കുക, അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് ആലോചിക്കാതെ ആ കറക്റ്റായിട്ട് തോന്നുന്ന തീരുമാനം അപ്പോൾ എടുക്കുക. പിന്നെ അതുപോലെ റെസ്പോൺസിബിലിറ്റിയും ഓണർഷിപ്പും. പിന്നെ പൈസയുടെ കാര്യം പറഞ്ഞത്, ഇപ്പോൾ 55%,
ചിലവ് ചെയ്താൽ 25% എവിടെയെങ്കിലും സേവ് ചെയ്യുക. കുറേ നല്ല നല്ല കാര്യങ്ങളാണ് രേണു ഷെയർ ചെയ്തത്. അതിനകത്ത് 10% ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. 1 തൊട്ട് 10% വരെ നമ്മൾ ഡൊണേറ്റ് ചെയ്യണം. അതുപോലെ ഒരു 10% കൂടിയുണ്ട്. ആ 10% എപ്പോഴും നമ്മൾക്ക് വേണ്ടി ചിലവാക്കണം. നമ്മളുടെ ഗ്രൂമിങ്, നമ്മുടെ ഹെയർ കളറിങ് അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന്. അതൊരിക്കലും ആ പൈസ സേവ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കരുത്. ബിക്കോസ് വാട്ട് ഹാപ്പൻസ് ഒരു ദിവസം വരുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ലോ സെൽഫ് എസ്റ്റീം ആയി പോകും. ഈ ലോ സെൽഫ് എസ്റ്റീം ആകാനുള്ള കാര്യം എന്താ? നമ്മളൊന്നും നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല. കഷ്ടപ്പെട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ലേഡീസിനെ, രാവിലെ ഓഫീസിൽ പോകുന്നു, എഴുന്നേൽക്കുന്നു, എല്ലാം ചെയ്യുന്നു, തിരിച്ചു വരുന്നു, എന്നിട്ട് ഒരു ദിവസം മുടി നരച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ അവർ വറീഡാവുന്നു. അപ്പോൾ അവർ പറയുന്നു ഞാൻ എല്ലാം സ്പെൻഡ് ചെയ്യുന്നത് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്, എല്ലാം സ്പെൻഡ് ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. മക്കൾ വലുതാവും, അവർ പോകും. അപ്പോൾ പിന്നെയും നമ്മളൊരു ഇമോഷണൽ ബോണ്ടിങ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അവരെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ വിടില്ല. ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു, നീ എനിക്ക് വേണ്ടി ചെയ്യും. ഇതിൻ്റെ ആവശ്യമില്ല. 10% നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. നമ്മുടെ മേക്കപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ഹെയർ കളറിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെഡിക്യൂർ, മെനിക്യൂർ, എന്ത് ഇഷ്ടമുള്ള സാരി വാങ്ങിച്ചു കൊടുക്കാം, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. സോ 10% നമുക്ക് വേണ്ടി, അതിനിപ്പോൾ 1000 റുപ്പീസ് ആണെങ്കിലും 100 റുപ്പീസ് ആണെങ്കിലും സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. കുറേ നല്ല കാര്യങ്ങൾ എനിക്ക്, ഇൻഫാക്റ്റ് നമ്മൾ ഓഫ് കോഴ്സ് സ്റ്റഡി അബ്രോഡിനെ കുറിച്ചാണെങ്കിലും അതിന് ഗോഡ്സ്പീഡ് ഇമിഗ്രേഷനെ കുറിച്ചാണെങ്കിലും നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. പക്ഷേ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സ് തുറന്ന് ഷെയർ ചെയ്യാൻ പറ്റി. എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതിനുള്ളൊരു അവസരം നൽകിയതിന് റീനു, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് അവർ ഷോ. ഇറ്റ് വാസ് ലവ്ലി ടോക്കിംഗ് ടു യു. താങ്ക് യു സോ മച്ച് ഡിയർ. Thank you.